This video is sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion. പെട്ടെന്ന് വാ, സമയമില്ല. വരാണ് വിഷ്ണുവേ. അതെ, പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടേ. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഒന്ന് പ്രസാദം വാങ്ങിക്കണേ. ഞാൻ ഒന്ന് മേടിക്കാം. നിക്കറൊന്നും ഇട്ടോണ്ട് പ്രസാദം വാങ്ങിക്കാൻ വരരുത്. നീറ്റായിട്ട് കുളിച്ച് കുറി കിട്ടിട്ട് അല്ല, ഇവനല്ല, ഇവന്റെ കൂട്ടുകാരെ കൊണ്ടാ. കൂട്ടുകാരല്ലേ പറഞ്ഞത്, അത് ഈ ഇനത്തിൽ പെട്ടല്ലേ. ഓ, എന്തോ കല്യാണം മക്കളെ മക്കളെ എന്തോ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിക്കുന്നു കേട്ടു. കളിയാക്കിയത് വേണ്ട കേട്ടാ കേട്ടാ. എന്നെ കുറച്ച് കളിയാക്കരുത്. നീ എന്തോന്ന് പ്രാർത്ഥിച്ചത്? ഓ, എനിക്ക് തോന്നുന്നു പ്രാർത്ഥിക്കാനൊക്കെ അറിയാം. ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണേ, അതുപോലെ നമ്മുടെ കുടുംബത്തിന് ഒരു കുഴപ്പവും വരില്ല, നല്ല ഐശ്വര്യം ഉണ്ടാവണേന്നൊക്കെ പറയാം. ഇത് പ്രായത്തൊക്കെ കഴിഞ്ഞ പക്വത. എന്റെ കൊച്ചിനല്ലെങ്കിൽ എല്ലാം കാര്യമായിട്ടൊക്കെ പറയാനൊക്കെ അറിയാം, ചിന്തിക്കാനും അറിയാം. നീ എന്തോടെ പ്രാർത്ഥിച്ചത്? നമ്മുടെ സദ്യ ഗംഭീരമാണ്. എപ്പോ നോക്കിയില്ലേ തീറ്റയുടെ വിചാരം കല്യാണമല്ലേ ചേട്ടാ. നമ്മൾ എത്ര ആൾക്കാരെ വിളിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ സദ്യ കുളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാ. വീട്ടിലും പടവലും വീട്ടിലെ അപ്പൂമാർക്കല്ലേ പാടുണ്ടോ? കണ്ടോടാ, കണ്ടുപഠിക്ക്. അതാണ് ശൂലംകുടി വീട്ടിലെ മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. ശരി ഗണപതി, കണ്ടുപഠിക്കടാ. അപ്പുറത്തെ സൈഡിൽ ചേച്ചി ഇത് എത്ര പവനുണ്ട്? എത്ര പവന് നമ്മളെ മക്കൾ കൊടുക്കുന്നതിന് അങ്ങനെ നോക്കണ്ട. ശരിയാ, പക്ഷെ നിറഞ്ഞ് നിക്കുന്നുണ്ട് എന്തായാലും. ഇഷ്ടപ്പെട്ട എല്ലാ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഓ, നന്നായിട്ടുണ്ട്. ഇവിടെ വേറെ മണി இந்த மாலை எங்க இருந்து? ജോയാലിക്കാസ്. ஐயோ பெருசா இருக்கு. വളയുണ്ട് വളയുണ്ട്. കണ്ടോ? അയ്യോ, ഒരു വളയല്ല. ഇത് അതുപോലത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിന്റെ ഒരെണ്ണം കൂടി ഉണ്ടോ? വളയുണ്ട്. അതിന്റെ അകത്തൊക്കെ നോക്ക്, അവിടെ ഉണ്ടാവും. അമ്മ ഇവിടെ വെച്ചിട്ട് പോയത് അങ്ങനെ മണി അതല്ല. വളയത്തിന്റെ പോയല്ലേ കള്ളിക്കൊച്ച. മനസ്സിലായി. ആരവളയാ ആരവളയാ? പാറുവിന്റെ കല്യാണാണോ? ആരുടെ കല്യാണ? ആരുടെ കല്യാണ? ആരുടെ കല്യാണ? ചേച്ചിയുടെ. അവർക്കല്ല അറിയാം. അതെ, വാ വാ വാ, വെയില് വെയില് പെട്ടെന്ന്. അത് നമുക്ക് എല്ലാം വേണ്ടപ്പെട്ടവരാണ് കേട്ടാ. ശരി, അതോട്ടോ. ശരി ശരി. ഇതുപോലെ തലയാറ്റി തറ വീഴുന്ന നമ്മുടെ ആൾക്കാർ എന്റെ തല ഇവിടെ പറത്തി കളിക്കാനല്ലേ വിളിച്ചത്. ഇവിടെ കംപ്ലീറ്റ് എടുക്ക് കേട്ടാ. ഇപ്പൊ തലയാറ്റി തറ വീഴുന്ന ചേട്ടാ. ഒറ്റയ്ക്ക് പോകണ്ടല്ലേ? അകത്തോട്ട് കയറി. ഇതാര് പാർട്ടി? എൻ്റെ ഒരു ക്ലാസ്മേറ്റ്. ഹലോ, ആടെ പ്രേമ, എവിടെ എവിടെ എത്തി? ഓ, റോഡിന്റെ അവിടുന്ന് അമ്പലത്തിന്റെ അവിടുന്ന് ഇടത്തോട്ട് പോട്ടെ, വലത്തോട്ട് വാ. വലത്തോട്ട് വരണ്ടേ? പിന്നെ നീ ഇടത്തോട്ട് പോട്ടെ. എന്താടാ പറയണത്? നീ നേരെ വാ. നേരെ വരുമ്പോ വലതുവശത്ത്, അവിടെ നിന്ന് ഒരു അമ്പലത്തിന്റെ അവിടെ നിന്ന് വലതുവശത്ത്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു തന്ന വഴി? ഏയ്, വലത്തോട്ട് നോക്കി ഇടത്തോട്ടായി പോയി. അത് ഞാൻ തിരിയായി. കഷ്ട. ഇന്നലെ അവിടെ എന്തൊരു പ്രശ്നം? ഇന്നലെ രാത്രി നമ്മൾ അവിടെ കയറി ഇല വെട്ടിയില്ലേ, അവന്റെ പണയെ കയറി ഇല വെട്ടിയില്ലേ, നമ്മളെ കൂടെ വന്ന പയ്യന്മാരുണ്ടല്ലോ, കംപ്ലീറ്റ് കൂമ്പടക്കം വെട്ടി.
അതൊന്നും പ്രശ്നമില്ലായിരുന്നു അവന്. അവിടെ പഴുത്തുന്ന 2 കൊല ഉണ്ടായിരുന്നു, അതും കൂടെ അവന്മാർ വെട്ടി. എന്തായാലും നീ അവന്റെ കൂമ്പോട് കൂടി വെട്ടത്തൊന്നല്ലായി. അല്ല മാമ എന്താന്നറിയോ, ഞാൻ ഇപ്പൊ പറഞ്ഞെല്ലാം സെറ്റിൽ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ ഭയങ്കര കമ്പനി. ആവശ്യമുള്ള ഇല ഇനി വേണം വെട്ടിക്കൊള്ളാനാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? കൊലയും തരാന്ന് പറഞ്ഞു. ബാലുവിടെ ആ ദാണ്ടെ വന്നല്ലോ 500 ഫാമിലി. എവിടെ? ദാ പറഞ്ഞു. ആ കല്യാണം ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ വല്ല ഉണ്ടോ? എനിക്കോ? ആ അച്ഛാ അവന്റെ ടെൻഷൻ മറച്ചു വെക്കാനുള്ള ചോദ്യമാണോ ചോദിക്കണം? അവനെ എനിക്കറിയുള്ളൂ. നേരത്തെ അറിയാം എനിക്കത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം ഞാൻ പറഞ്ഞോളാം. ആ കാര്യം ഞാൻ പറയാൻ പോണേ. അച്ഛൻ പറയും. അച്ഛൻ പറ. അതെ, ഇങ്ങോട്ട് കടന്നു വരുന്നവരെ ആവശ്യമില്ലാതെ തടഞ്ഞു നിർത്തരുത്. തടഞ്ഞു നിർത്തിക്കോ, പക്ഷെ തടഞ്ഞു നിർത്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യരുത്. ഓക്കെ? ശരി. ഇന്നലെ വൈകുന്നേരം അച്ഛനെ ഞാൻ പെർമിഷൻ വാങ്ങിച്ചില്ല. അച്ഛൻ പെർമിഷൻ കൊടുത്താ? പറ്റിപ്പോയി. അപ്പൊ അച്ഛൻ എനിക്ക് പെർമിഷൻ അത് ഞാൻ അച്ഛൻ കുറച്ച് തരും. അച്ഛൻ്റെ അടുത്ത ബന്ധു പറഞ്ഞതാ. അച്ഛനെ പറഞ്ഞ വരൂല, കല്യാണം വരില്ല അച്ഛനെ പറഞ്ഞു. അവനെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചതാ, വരാതിരിക്കാൻ അവന് പറ്റത്തില്ലേ. അച്ഛോ അച്ഛോ അമരോളം അമ്മൂമ്മ അവിടെ ഭയങ്കര കരച്ചില്. അമ്മൂമ്മ കരയുന്നോ? വയറ് വെച്ചെന്നിട്ടായിരിക്കും പോണ തീറ്റേജി അവള് തിന്നണത്. അവിടെ കിടന്ന് കരകത്ത് വാങ്ങാറില്ല അങ്ങോട്ട്. അച്ഛൻ ഞാൻ ഒന്ന് നോക്കിട്ടോട്ടെ. ആച്ചാ ഇവിടെടാ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇല്ല. സംഭവം നീ കൊച്ചനെ കല്യാണം വിളിച്ച കൊച്ചച്ഛനെ ഞാൻ കുഞ്ഞുമ്മേടെ കയ്യിൽ ലെറ്റർ തന്നെ കൊച്ചനെ വിളിക്കാൻ വേണ്ടി. പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ? നീ വീട്ടിൽ പോയി വിളിക്കുമ്പോഴാണ് നീ എന്റെ കയ്യിൽ ലെറ്റർ തന്നേക്കുന്നത്. എടാ നീ പിന്നെ നീലുവിന്റെ പിന്നെ ബന്ധുക്കളെ സ്വന്തക്കാരെ ഒക്കെ നീ പോയി വിളിച്ചില്ലേ? എന്നിട്ട് നിന്റെ കൊച്ചച്ഛന് മാത്രം ഒരു വാട്സാപ്പ്. എന്റെ കൊച്ചിന്റെ ഓരോ ചോറ് നിന്നെ അങ്ങേർക്ക് തലവിധിയില്ല. അങ്ങനെ വിധി വേണമെങ്കിൽ 10 പോച്ചോറ് ഞാൻ വാങ്ങിച്ചു തരാം. നീ ഇവിടെ 10 പോച്ചോറ് നീ നിന്നോ. കല്യാണം കൊളാക്കി ഇറങ്ങോളാം. ഇപ്പൊ ഞാൻ സന്തോഷിച്ചില്ലെങ്കിലും നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എല്ലാരും ഉണ്ടല്ലോ. എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ എല്ലായിടത്തും മുമ്പ് നിന്ന് കല്യാണം നടത്താനുള്ളത്. ആ കുഞ്ഞുമ്മ കരഞ്ഞോണ്ടിരുന്ന എന്നാലും അങ്ങേരില്ലാതെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അതായിരുന്ന കാര്യം. കുഞ്ഞു അമ്മൂമ്മ മറ്റേ ചങ്കരപ്പൂവും പറഞ്ഞ അമ്മൂമ്മക്ക് വിശന്നിട്ട് ഞാൻ പറയും. ചങ്കരപ്പൂവും പറഞ്ഞ അമ്മൂമ്മക്ക് വിശന്നിട്ട് എങ്ങനെ എടുത്ത് കരയുന്ന അമ്മൂമ്മ തീരുപ്പണ്ടല്ലോ. അവൻ അങ്ങനെ പറഞ്ഞ അവൻ അല്ലെങ്കിൽ അവന് ആക്രാന്ത അവനുള്ള ആക്രാന്താണ് അവൻ എന്റെ അടുത്ത് പറയണത്. അവൻ ഇന്ന് ഞാൻ വച്ചിട്ടുണ്ട്. ശങ്കര നീ മിണ്ടരുത്, നീ അല്ലെങ്കിലും മിണ്ടരുത്. ശങ്കര ആയിക്കോളൂ, നമുക്ക് കല്യാണ കാര്യങ്ങൾ നോക്കാം കേട്ടാ. ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയ രക്ഷയുണ്ട്. ശങ്കരന്റെ കാര്യം കേട്ടോ. ബ്ലോക്കിൽ വല്ല വിട്ട് കാണോ? എടാ നീ ടെൻഷൻ അടിക്കാടാ നീ. അച്ഛനാ പറഞ്ഞ മനസ്സിലാവും എന്റെ ഇപ്പൊ മാനസികാവസ്ഥ. ഞങ്ങളും കല്യാണമൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തിനാടാ വിപ്ലവം പരവേശമൊക്കെ പറഞ്ഞാ കേക്കണ്ടേ? എല്ലാ കാര്യത്തിനും വെപ്രാളം ഒന്ന് അടങ്ങ ഒരു വരും. വായിക്കാം, അവര് എത്തി. ഇതാ
എന്ത് താമസിച്ചത്? എല്ലാരും എന്നോട് ക്ഷമിക്കണം, കുറച്ച് ബ്ലോക്കിൽ പെട്ടുപോയി, അതാണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല ബ്ലോക്കിൽ അതെ, പറഞ്ഞു. ശരി അനുഭവം. വന്നോട്ടെ എല്ലാവരും. ഒരു സ്വഭാവത്തിന് നമുക്കറിയാം. അല്ല അണ്ണാ നമുക്കാർക്കും ടെൻഷനില്ല, നീ അടിക്കാതെ അവന്റെ കൂടെ പുറപ്പില്ല ടെൻഷൻ. നീ കേറി വാ, കേറി വാ. അതെ, മാമനെ പേടി. ആണല്ലേ എന്നാ വാ. മല്ലുവേല വെച്ച് കയറുക, ഒരു പ്രശ്നം വെച്ചു. കുട്ടി മാത്രം പ്രശ്നം വെച്ചു. ശ്രദ്ധിക്കണം. അതിവിടെ വെച്ചേക്കും, അതിവിടെ വെച്ചു അവിടെ പോരുന്നു. കുഴപ്പമില്ല, എല്ലാരും കൊടുത്തോ? അമ്മമ്മ അത് അവര് പറയട്ടെ, അവർക്കറിയാലോ. മോനെ ബാലു, ഇപ്പുറത്ത് കിടന്നിട്ട് ഈ കുട്ടി അപ്പുറത്തിട്ടുണ്ട് കേട്ടോ. ബാലു, ഈ കുട്ടി അപ്പുറത്തോട്ട് വിട്ട് മോനെ ഇപ്പുറത്ത് ഇവിടെ. താലി കെട്ടുമ്പോഴിട്ടോ, കുഴപ്പമില്ല.
കുഴപ്പമില്ല. ഇനി താലി ബാക്കിയുള്ളവർ താലി കിട്ടുമ്പോഴും മോനെ എല്ലാവരുടെ അനുവാദം ചോദിച്ചിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എല്ലാവരും അനുഗ്രഹിക്കും. ഒരു സമയമില്ല. അവര് ചെയ്തോളൂടെ അങ്ങനെയുണ്ടാ വെപ്രാളപ്പെടാതില്ല മക്കളെ. ആ മക്കളെ എല്ലാവരുടെയും അനുവാദം ചോദിച്ച് ഒന്നോടേക്ക് വെച്ചോ. പെൺകുട്ടി വലത്തെ കൈ, പുരുഷൻ ഇടത്തെ കൈ. മാമനെ കല്യാണം കഴിച്ച് കാണുന്നുണ്ട്. അവര് നോക്കട്ടെ, നമ്മ അതിന്റെ ഇടയിൽ വർത്താൻ പറയുന്നു. എന്നെ എടുത്തേക്കല്ലേ? ആ മതി, കേട്ടിട്ടുള്ളൂ. ആ അതെ അതെ മനസ്സിലായത്. എന്താ ഇനിയിപ്പോ ആ സ്വർണ്ണമാല എടുത്തു കൊടുത്തോളൂ. ആ കുറുതിട്ടോളൂ. കൈ പിടിച്ചു കൊടുക്കും. വേണ്ട എഴുന്നേറ്റ് നിന്ന് കൊടുക്കുക. എഴുന്നേറ്റ് നിന്നിട്ടാണ് കൈ പിടിച്ചു കൊടുക്കുമ്പോൾ വെറ്റിലടക്കി വെക്കണ ചടങ്ങ് ഇല്ല. രണ്ടുപേരുടെയും വലതേ കൈ തമ്മിൽ കൂട്ടിപ്പിടിക്കും. ഇറങ്ങി പെണ്ണ് വേണം ആദ്യയുടെ കേട്ടോ. ആ കുറവേ കിട്ടു. അല്ലല്ല അമ്മാമേ, അത് കൊടുക്കാം. അത് പ്രതിഷ്ഠ വെക്കട്ടെ. പ്രദക്ഷിണം വെക്കിട്ടു. ഇവിടെ അങ്ങനെയാണ് കുഞ്ഞമ്മ. ഇവിടെ അല്ല മോനെ ഫ്രണ്ടിലാ. മോൻ ഫ്രണ്ടിലാ. നോക്കണേ കാണിക്കുന്നു. നിങ്ങൾ മാറിയില്ല. ഒരു പ്രാവശ്യം പോരെ? 3 പ്രാവശ്യം നടന്ന് ക്ഷീണിക്കത്തൊന്നുമില്ല. ഒന്ന് മാറി ഒത്തിരി പോകാൻ തല കൊടുക്കും പ്ലീസ്. ഒന്ന് മാറി. അത് നീ മാറി കൊടുക്കും. ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം. എടുത്തോ.
ഇനിയിപ്പോ അടുത്ത പെണ്ണിന്റെ ആൾക്കാരിക്കട്ടെ അല്ല ചെറുക്കനാക്കാം അവരില് ശരി അച്ഛനും അമ്മയുടെ മക്കളെ എടുക്കടാ നിങ്ങൾ എടുക്ക് എവിടെയുണ്ട് സുരേന്ദ്ര ഇങ്ങനെ ഓടാ സുരേന്ദ്രൻ എവിടെ ഉണ്ടോ എല്ലാവരും ഉണ്ടല്ലോ ചങ്ങരടാ ബാസി വാ വാ നമുക്ക് മാറാം നിങ്ങളല്ലേ വാ ചങ്ങരടാ കുറച്ചുപേർ ഇങ്ങനെ മാറുന്നോടെ എടുത്തോരും കൂടെ കുറച്ചുപേർ മാറി നിന്നോടെ അവരെടുക്കട്ടെ ഇപ്പുറത്ത് ഇല്ലേ അപ്പുറത്ത് ഇപ്പുറത്ത് വാ വാ ആ കുടുംബത്തിൽ കയറിയിരിക്കണ എന്തിനാ ഇവിടെ മനുഷ്യൻ നിൽക്കുന്ന പോലെ നില്ലടാ ഫോട്ടോയ്ക്ക് അമ്മയെ അമ്മയെ അപ്പുറം പോകും ഇങ്ങനെ നിൽക്കാം അതിന്റെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് സൈഡ് മാറ്റി അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഓക്കെ അല്ലെങ്കിൽ ഇനി നമുക്ക് ഞാൻ ഒരുപാട് നമുക്ക് ഈ മണ്ഡപം കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ ഓടി അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അൻസാരി കൺവെൻഷൻ സെന്ററിലൊരു പെട്ടെന്ന് കിട്ടിയത് മുഹമ്മദ് അലി അപ്പൊ അതിന്റെ മുഹമ്മദ് അലി സാറിനെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും ഇനി ഫുഡ് കഴിക്കണ്ടല്ലോ ഒരു ഫോട്ടോ ഇടാം ഗായത്രി ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. This video sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion.